ഗൈസ്, ഞാനിപ്പം ബെൽറ്റൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. നല്ല നടുവേദനയുണ്ട്. സോ ഇറ്റ്സ് ഓൾറെഡി 10:57 രാത്രി. ഞാൻ ഇതുവരെ ഉറങ്ങില്ല. ഞാൻ പാക്കിങ്ങിലാണ്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. എനിക്ക് നാട്ടിൽ പോവാന്ന് പറയുന്നത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ്. ബിക്കോസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ എൻ്റെ നാട്ടിലാണ്. ആൻഡ് ഈ വർഷം ഈ പ്രാവശ്യം പോകുമ്പോൾ ദർ ഇസ് കുറേ കാര്യങ്ങളുണ്ട് നല്ലത്. എനിക്കത് ഇപ്പം അതൊന്നും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ബട്ട് യാ, സോ പാക്കിങ് ആക്ച്വലി സ്റ്റിൽ ഗോയിങ് പാക്കിങ്. കാരണം എനിക്ക് വെയിറ്റ് 15 kg കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ വേറെ ഒന്നും കൊണ്ടുപോകുന്നില്ല. സോ യാ, നമുക്ക് പാക്ക് ചെയ്യാം. ആൻഡ് again morning guys. So today is 25th day of my challenge and ഞാനിപ്പം എണീറ്റുള്ളൂ. ഞാൻ എണീറ്റ് മുഖം ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് വന്നതാണ്. അപ്പം എനിക്കിനി പാക്കിങ്, ഫുഡ് കഴിക്കൽ, റെഡി ആവൽ ഇതൊക്കെ ഉണ്ട്. സോ നേരത്തെ എണീറ്റു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ട്, പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ടാണോ അറിയില്ല, ഞാൻ മുഖം കഴിയിട്ട് ഓടി വന്ന് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് പല്ല് നിൽക്കുന്നതും ഒക്കെ ഓരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പോവല്ലേ. സോ യാ, അപ്പോൾ ബ്രഷ് ചെയ്യാം. അതിന് മുമ്പ് എനിക്ക് ഞാൻ ഓയിൽ പുള്ളിങ് ചെയ്യും. സോ ഐ എം ഗോൺ ഡു ദാറ്റ്. അപ്പോൾ കഴിച്ച് ഞാൻ ബ്രഷൊക്കെ ചെയ്തു. ഇനി എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ടുള്ള മൂഡ് ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പാക്ക് ചെയ്യണം. കുറച്ച് ഹൈപ്പറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ അതോ ഇനി എല്ലാം എടുത്ത് വെക്കാൻ മറക്കുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു 4 വട്ടം അങ്ങനെ ഞാൻ റീചെക്ക് ചെയ്യും ഓരോ സാധനങ്ങൾ. ഇപ്പം എൻ്റെ ID കാർഡ് ഉൾപ്പെടെ എടുത്ത് വെക്കുന്നത് ഞാനിങ്ങനെ ആലോചിച്ച് അവസാനം എന്തെങ്കിലുമൊക്കെ മറക്കാറുണ്ട്. മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ അവസാനം ഞാൻ എന്തെങ്കിലുമൊക്കെ മറക്കാറുണ്ട് സാധാരണ. അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ 2-3 വട്ടം ചെക്ക് ചെയ്യും. പേഴ്സ് എടുത്തോ, കാർഡ് എടുത്തോ, അങ്ങനെയൊക്കെ, ചാർജർ എടുത്തോ എന്നൊക്കെ. സോ ഇന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ മൂഡില്ല. മൂഡ് എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് ഐ എം നോട്ട് ഇൻ എ ബാഡ് മൂഡ്, ബട്ട് ഐ ഹാവ് ടു റീചെക്ക് എവറിത്തിങ് എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് എന്നെ ഒന്ന് ഉണർത്തണം. എനിക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എൻ്റെ ആ ഒരു ഉണർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. മെഡിറ്റേഷൻ ഐ വിൽ ഡു ടുമോറോ. സോ ഇന്നിപ്പോൾ പോകുന്നതിൻ്റെ ഇതിൽ എനിക്ക് ഈ എൻ്റെ എഴുതുന്ന ജേർണലിംഗ് ബുക്കെല്ലാം എടുത്ത് എനിക്ക് വെക്കണം. സോ അത് എഴുതിയിട്ട് വേണം എടുത്ത് വെക്കാൻ. സോ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഞാൻ കുറേ നേരം ഇരുന്ന് ബ്രീത്തിങ് മാത്രം ചെയ്തു. വേറെ മെഡിറ്റേഷൻ ഒന്നും ഞാൻ ചെയ്തില്ല. സോ ഒത്തിരി നേരം ഇരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ എനിക്കിനി എൻ്റെ മേളിലെ തുണി ഞാൻ ഇന്നലെ വിരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് എടുക്കണം, അതെല്ലാം മടക്കി വെക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 6:30 ആകുമ്പോൾ എനിക്കൊന്ന് സൺറൈസ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 6:45. കുറേ നേരം ഞാൻ ഇരുന്ന് ആലോചിച്ചു, കുറേ നേരം ഇരുന്ന് എഴുതി. ഓക്കെ, അപ്പോൾ കുറേ സമയം പോയി. അപ്പോൾ ഇനി എനിക്ക് പെട്ടെന്ന് ഷടപടേന്ന് കാര്യങ്ങൾ ചെയ്യണം. ഇനി എനിക്ക് എല്ലാം ഒന്ന് ലാസ്റ്റ് പാക്കിങ് ചെയ്യണം. എനിക്ക് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്യണം. ഫുഡ് കഴിക്കണം, കോഫി ഇട്ട് കുടിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ കോഫി കുടിക്കാം. കോഫി കുടിച്ചിട്ട് അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെട്ടം വരും. അപ്പോൾ ആ വെട്ടം വീഴുന്ന സമയത്ത് പോയി എടുക്കാമെന്ന് വിചാരിച്ച തുണി. എന്നിട്ട് അതെല്ലാം മടക്കി വെച്ച് ഫ്രഷായി കുളിച്ച് എല്ലാം പാക്ക് ചെയ്ത് സെറ്റായി നമുക്ക് ഇറങ്ങാം. എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമാണ് അധികമായി നിൽക്കുന്നതെങ്കിലും തിരിച്ചു വരണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ള വിഷമം ഉണ്ട്. പിന്നെ നമ്മൾ ഒരു 30 days എനിക്ക് ഇവിടെ തന്നെ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഫൈൻ. കാരണം നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ റുട്ടീനെല്ലാം കുറച്ച് വ്യത്യാസപ്പെടും. കുറച്ചുകൂടി ബിസി ആയിരിക്കും നാട്ടിൽ ചെല്ലുമ്പോൾ. സമയം ഉണ്ടാകുമോ എന്ന് കുറച്ചുകൂടി ബിസി ആയിരിക്കും. കുറേ കാര്യങ്ങളുണ്ട് നാട്ടിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബിസി ആയിരിക്കും. സോ യാ, നമുക്ക് പതുക്കെ ചെയ്യാം. സമയമുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് മേൽ പോയി തുണി എടുത്തിട്ട് വരാം. വെയിൽ നല്ലപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗൈസ് മോർണിംഗിൽ ഇവിടുത്തെ കാഴ്ച. നൈസ് റൈറ്റ്. സൂര്യൻ ഉദിച്ചു വരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഏകദേശം ചുമ്മാ സ്കിൻ കെയറും പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടു. സോ
തരാം. സോ ദിസ് ഈസ് മൈ ഡ്രസ്. ഇന്നോട്ട് ചെരുപ്പ് നോക്കരുത്, വീട്ടിലുണ്ടെങ്കിൽ. സോ ഇതാണ് ചെരുപ്പ്. ഞാൻ സോക്സ് ഇടും കാരണം എനിക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് തണുക്കും. അപ്പോൾ എൻ്റെ സോക്സ് ഇതാണ്. ഈ ഡ്രസ്സുമായി യാതൊരു തരത്തിലുള്ള ചേർച്ചയും ഈ സോക്സിന് ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് ക്യൂട്ട്. അതുകൊണ്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. സോക്സും ചെരുപ്പുമാണ് ഇടുന്ന, ഷൂ ഒന്നുമല്ല. സോക്സ് ഇടുന്നതെന്ന് വെച്ചാൽ എൻ്റെ കാല് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തണുത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഫ്ലൈറ്റിൽ. സോ അതുകൊണ്ട് സോക്സ് ഇടും. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. വൈറ്റ് പാൻറ്റ് ആൻഡ് ബ്രൗൺ ഷർട്ട്. സോ ഈ ഷർട്ട് നല്ല ഒരു കംഫർട്ടാണ്, അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. സോ നമുക്ക് ഫുഡ് കഴിക്കാം. ഇനി ഷടപടയെന്ന് റെഡി ആവണം. എനിക്ക് പോകാനുള്ള ടൈം ആവാനായി. സോ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഫുൾ സാധനം. ഇനി ചെരുപ്പിടണം. ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ വിളിച്ചു, ഇപ്പോൾ വരും. സോ എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ സമയമില്ല. ഞാൻ എയർപോർട്ടിൽ പോയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ഫ്രീ ആയിട്ട്. ഇനി പെട്ടിയുടെ വെയിറ്റ് എനിക്ക് അറിയില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ മാറ്റാൻ പറയാം. എനിക്ക് അതിന് വേണ്ടി കവർ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നമുക്ക് പോകാം. ജയ്പൂർ എയർപോർട്ട്. कल सामने फोन है 5 सेकंड ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ടിൽ അടുത്ത എൻ്റെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആൻഡ് എനിക്കിന്ന് വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എല്ലാം ഒരു റഷായിരുന്നു. സോ ഞാൻ ഊബറിൽ കയറിയപ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല, തലവേദന അപ്പോൾ തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ചെറു കുപ്പി വെള്ളം വാങ്ങിച്ചത്. വെള്ളത്തിന് 130 രൂപ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോയും മറ്റു വീഡിയോയും രണ്ടും രണ്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നിറങ്ങുന്ന വീഡിയോ നാളത്തെ വീഡിയോയുടെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ ചെന്നിറങ്ങുന്ന സമയത്ത് ഞാൻ ലേറ്റ് ആവും, അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും വെച്ച് ഞാൻ നിർത്താമെന്ന് വിചാരിച്ചു. പിന്നെ ആൾക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിരിക്കണം. അപ്പം ഇപ്പം ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാകത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ 25th ഡേ ആയിരുന്നു. കൈൻഡ് ഓഫ് റഷ് ഡേ ആയിരുന്നു, കാരണം നാട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര റഷ് ഡേ ആയിരുന്നു. സോ നമുക്ക് നാട്ടിലോട്ട് പോകാം. എനിക്കിവിടെ വന്നപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പം ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് ഫ്ലൈറ്റ് വെച്ച് തന്നെ വന്നത്. പിന്നെ എനിക്ക് നേരെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റിൽ ഞാൻ ഇരുന്ന് വേദന സഹിച്ച് വയ്യ, ബാക്ക് പെയിൻ നല്ല രീതിയിലുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചേ പറ്റുള്ളൂ. നേരെ ഇരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നും നൂരാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന. സോ നമുക്കതൊക്കെ കൊണ്ട് കാണിക്കാം. ഇന്നത്തേക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ്. സോ ബൈ ഗൈസ്. ഞാൻ നാട്ടിൽ വെച്ചെടുത്ത് കാണിക്കുന്നതായിരിക്കും എൻ്റെ 26th ഡേ. ഓക്കെ, ബൈ.